ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫോറിയർ ഇൻ്റഗ്രലിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫോറിയർ ഇൻ്റഗ്രൽ എന്താണെന്ന് പഠിക്കാം. ഫോറിയർ ഇൻ്റഗ്രൽ നമുക്ക് പീരിയോഡിക് ഫംഗ്ഷൻ വരുന്ന കേസിലാണ് നമ്മൾ ഫോറിയർ സീരീസ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഫംഗ്ഷൻ നോൺ പീരിയോഡിക്, അതായത് നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അങ്ങനെ നോൺ പീരിയോഡിക് ആയിട്ടുള്ള കേസ് വരുന്ന സമയത്താണ് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രൽ ഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ 1/π integral from 0 to infinity, integral from negative infinity to infinity, f of t cos of lambda t minus x dt. dt വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രൽ ചെയ്യുക. അതിൻ്റെ ആൻസർ നമ്മൾ ഡി ലാംഡ വെച്ചിട്ട് 0 to ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രൽ ചെയ്യുക. ദിസ് ഈസ് വാലിഡ് അറ്റ് ദി പോയിൻ്റ് ഓഫ് കണ്ടിന്യൂറ്റി. സോ നമ്മൾ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ള കണ്ടിന്യൂസ് പോയിൻറ്റ്സിലാണ് ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫോറിയർ സീരീസിൽ പഠിച്ച ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. സോ അറ്റ് ദി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ ഈസ്. സോ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ആ സ്പെസിഫിക് പോയിന്റിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 എഫ് ഓഫ് എക്സ് പ്ലസ് 0, അതായത് ലെഫ്റ്റ് ലിമിറ്റ് ആ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ആ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന റൈറ്റ് ലിമിറ്റ്. സോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന കേസിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത കോസ് ലാംഡ ടി മൈനസ് എക്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ലാംഡ നമ്മൾ അകത്തോട്ട് എടുക്കുമ്പോൾ ലാംഡ ടി മൈനസ് ലാംഡ എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് എ ലാംഡ ടിയും ബി ലാംഡ എക്സ് എന്നും കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ കോസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ കോസ് ഓഫ് ബി പ്ലസ് സൈൻ ഓഫ് എ ഇൻറ്റു സൈൻ ഓഫ് ബി എന്ന് കിട്ടും. സോ ഇത് നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രലിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോറിയർ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേഷൻ അകത്താണ് ചെയ്യുന്നത്. സോ നമ്മൾ ടീൻ്റെ ടേംസ് കോസിൻ്റെയും സൈൻ്റെ ടീൻ്റെ ടേംസ് ഫസ്റ്റ് ഇൻ്റഗ്രലിൽ അകത്തോട്ട് എടുത്തു. സോ കോസ് ഓഫ് ലാംഡ ടിയും സൈൻ ഓഫ് ലാംഡ ടിയും ഇൻ്റഗ്രൽ ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയുടെ അകത്ത് വന്നു. ആൻഡ് അല്ലാത്ത രണ്ട് ടേംസ് സൈൻ ഓഫ് ലാംഡ എക്സും കോസ് ഓഫ് ലാംഡ എക്സും അത് പുറത്തെഴുതി. സോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇക്വേഷൻ എന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസും ഓഡ് വരുന്ന കേസും ഫംഗ്ഷൻ ഈവൺ ഓഡ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. സോ ഇതാണ് ഈവൺ ഫംഗ്ഷൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനിൽ നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ നെഗറ്റീവ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ നമ്മൾ ഒരു ഈവൺ ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ -c to c ഇൻ്റർവെൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 ടൈംസ് ഇൻ്റഗ്രൽ ഫ്രം 0 to c ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഒരു ഫംഗ്ഷൻ ഓഡിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ -c to c ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന കേസിൽ ചില ടേം 0 ആയി പോകും ആൻഡ് ഇക്വേഷനിൽ ചേഞ്ചസ് വരും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസ് നോക്കാം. സോ ഈ ഒരു ഇക്വേഷനിൽ ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസിൽ ഇവിടുത്തെ ടേം നമ്മൾ നോക്കുമ്പോൾ ഫംഗ്ഷൻ ഈവൺ ആണ്, കോസിൻ്റെ ഫംഗ്ഷൻ ഈവൺ ആണ്. സോ ഈവൺ ഇൻറ്റു ഈവൺ തന്നെ കിട്ടും. സോ ഇത് 2 ടൈംസ് ഫ്രം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് കിട്ടും. ആൻഡ് ഇവിടുത്തെ കേസിൽ ഫംഗ്ഷൻ ഈവൺ ആണ്, സൈൻ ഓഡ് ഫംഗ്ഷൻ ആണ് ആൻഡ് ഓഡ് ഇൻറ്റു ഈവൺ ഓഡാണ്. സോ ഇത് എൻറ്റയർലി 0 ആയി പോകും. ഈ ഒരു ടേം എൻറ്റയർലി 0 ആയി പോകും. സോ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസിൽ നമ്മുടെ ഇക്വേഷൻ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ ഇതുപോലെ ചേഞ്ച് ആവും. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻ ഓഡ് വരുന്ന കേസിൽ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഓഡാണ്, കോസിൻ്റെ ഫംഗ്ഷൻ ഈവൺ ആണ്. ഈവൺ ഇൻറ്റു ഓഡാണ്. സോ ഇത് എൻറ്റയർലി 0 ആയി പോകും. ആൻഡ് ഇവിടുത്തെ കേസിൽ ഫംഗ്ഷൻ ഓഡാണ്, സൈൻ്റെ ഫംഗ്ഷൻ ഓഡാണ്. ഓഡ് ഇൻറ്റു ഓഡ് ഈവൺ ആണ്. സോ ഇത് 2 ടൈംസ് ഫ്രം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് കിട്ടും. സോ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ നമ്മുടെ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ ഇതുപോലെ ചേഞ്ച് ആവും. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രലും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് കൊസൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യും, സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യും. ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനും യൂസ് ചെയ്യണം. ആൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ യൂസ്ഡ് വെൻ ഫംഗ്ഷൻ ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. സോ നമ്മുടെ ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസിൽ നമ്മൾ നോർമലി കൊസൈൻ ഇൻ്റഗ്രലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ റെസ്പെക്റ്റീവ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യുക. സോ ഇതാണ് കൊസൈൻ ഇൻ്റഗ്രൽ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി കോസ് ഓഫ് ലാംഡ എക്സ് ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഓഫ് ലാംഡ ടി ഡി ടി ഡി ലാംഡ. നമ്മുടെ ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ലാംഡ വീണ്ടും ഇൻ്റഗ്രൽ ചെയ്യുക. സോ നെക്സ്റ്റ് നമുക്ക് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. ഇത് നമ്മൾ യൂസ്ഡ് വെൻ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഓഡ് വരുന്ന കേസിലാണ് നമ്മൾ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇക്വേഷൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി സൈൻ ഓഫ് ലാംഡ എക്സ്
ഇൻ്റഗ്രൽ ഫ്രം 0 to infinity f of t sin of lambda t dt d lambda. സോ വിത്ത് റെസ്പെക്ട് ടു dt നമ്മൾ ആദ്യം ഇൻ്റഗ്രൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ സൈൻ ലാംഡ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ലാംഡ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 ഫോർ മോഡുലസ് ഗ്രേറ്റർ ദാൻ 1 ആസ് എ ഫോറിയർ ഇൻ്റഗ്രൽ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഡി ലാംഡ. സോ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊസൈൻ സീരീസോ സൈൻ സീരീസോ അങ്ങനെ സ്പെസിഫിക് പറഞ്ഞിട്ടില്ല. നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ ഫ്രം 0 to infinity നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ തന്ന ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവെൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് നമ്മുടെ ഇൻ്റർവെല്ല് -1 to 1 വരെ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, അതായത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ലെസ് ദാൻ -1 വരുമ്പോഴൊക്കെ നമ്മുടെ വാല്യൂ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമുക്ക് ഇൻ്റർവെൽ -1 to 1 നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡ് ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് ഇൻ്റർവെൽ ലെസ് ദാൻ -1 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമ്മൾ ഇത് നമ്മുടെ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റീനെ ഈ 3 ഇൻ്റഗ്രലായിട്ട് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ നമുക്ക് എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരും, 1/π ഇൻ്റഗ്രൽ ഫ്രം 0 to infinity. ഇവിടെ 3 ഇൻ്റഗ്രലായിട്ട് വന്നു. സോ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു -1 വരെ 0 ആയിരിക്കും. നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ് നമ്മൾ പ്രീവിയസ്ലി നോക്കി. ആൻഡ് -1 to 1 നമ്മുടെ ഔട്ട്പുട്ട് 1 ആണ്. സോ ഇവിടെ 1 വരും. ആൻഡ് 1 to infinity നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ്. ആൻഡ് നമ്മുടെ റെസ്റ്റ് ഓഫ് ദി ഇക്വേഷൻ ഇവിടെ നമുക്ക് 0 ഉള്ള ടേംസ് ഒക്കെ റിമൂവ് ചെയ്യാം. ആൻഡ് ഈ ഒരു ടേം അകത്തോട്ട് എടുക്കാം. സോ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇൻ്റഗ്രൽ ഫ്രം -1 to 1 എഫ് ഓഫ് ടി കോസ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഹോൾ ഡി ലാംഡ. സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് ടി 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ നമുക്കിനി ഇൻ്റഗ്രൽ ചെയ്യാം, ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി ടി. സോ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുമ്പോൾ കോസ് ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എൻ എക്സ് ബൈ എൻ ആണ്. ഇവിടെ കോൺസ്റ്റൻറ്റ് ലാംഡയാണ്. സോ നമുക്ക് സൈൻ ലാംഡ ടി മൈനസ് എക്സ് ബൈ ലാംഡ എന്ന് ചെയ്താൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് ഡിനോമിനേറ്റർ ചെയ്താൽ. ആൻഡ് നമ്മുടെ ലിമിറ്റ് -1 to 1 അപ്ലൈ ചെയ്യുക. സോ നമ്മൾ ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടീൻ്റെ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സൈൻ ലാംഡ 1 മൈനസ് എക്സ് മൈനസ് ഓഫ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സൈൻ ലാംഡ -1 മൈനസ് എക്സ് എന്ന് ബൈ ലാംഡ. സോ ഇവിടെ സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ നെഗറ്റീവ് വാല്യൂ അകത്തുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തോട്ട് ഡയറക്റ്റ്ലി എടുക്കാം. സോ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആവും. ഈ നെഗറ്റീവോട് ചേർന്ന് പോസിറ്റീവ് ആവും. സോ സൈൻ ലാംഡ 1 മൈനസ് എക്സ് പ്ലസ് സൈൻ ലാംഡ 1 പ്ലസ് എക്സ് ബൈ ലാംഡ ഡി ലാംഡ എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് ഒരു ട്രിഗ്നോമെട്രിയുടെ സൈൻ്റെ ഒരു ഇക്വേഷൻ ഫോർമുലയാണ് കിട്ടിയേക്കുന്നത്. സോ അതിനെ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട രീതി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ രീതിയിലോട്ട് നമ്മൾ എത്തിക്കുക. സോ നമ്മൾ കറസ്പോണ്ടിങ് കുറച്ച് ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കുക. സോ നമുക്ക് ട്രിഗ്നോമെട്രി ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടുന്ന ഇക്വേഷൻസ് നോക്കാം. സൈൻ ആൽഫ കോസ് ആൽഫ എക്സ് ഫോർമാറ്റിൽ കിട്ടുന്ന ഇക്വേഷൻസ്. സോ ഇതാണ് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻസ്. നമ്മൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു പ്രോബ്ലംസ് ഈ ഒരു ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ഇൻ്റഗ്രലിൽ കിടക്കുന്ന ഫോർമാറ്റ് സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി, അതാണ് കിട്ടുന്ന ഇക്വേഷൻ ഓഫ് സൈൻ ഓഫ് എ കോസ് ഓഫ് ബി. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ കിടക്കുന്ന ഇക്വേഷൻ ഇതാണ്. സോ ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കിവിടെ സൈൻ ഓഫ് എ മൈനസ് ബി പ്ലസ് സൈൻ ഓഫ് എ പ്ലസ് ബി ഫോർമാറ്റിലാണ്. സോ ഇവിടെ ലാംഡ അകത്തോട്ട് എടുത്താൽ നമുക്ക് എയും ബിയും എന്താണെന്ന് കിട്ടും. സോ നമുക്ക് കറസ്പോണ്ടിങ് 2 സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ എന്ന് എഴുതാം. ബൈ ലാംഡ ഉണ്ട് ബൈ ലാംഡ. സോ ഇത് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്താൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യാം. സോ നമ്മളിവിടെ 2ഉം പൈയും അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുക. സോ നമുക്ക് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു പൈ ആൻഡ് 2 അപ്പുറത്തോട്ട്. സോ പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. സോ എഫ് ഓഫ് എക്സിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിന് ഇൻ്റർവെലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ മോഡുലസ് ഓഫ് എക്സിന് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഇവിടെ 1ൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ലൈക്ക് നമ്മൾ 1ൽ 1ൽ നിന്ന് 0യിലോട്ട് നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നുണ്ട്. അണ്ടിൽ 1 വരെ നമ്മുടെ ഔട്ട്പുട്ട് 1 ആണ്. ആൻഡ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ നമ്മുടെ ആൻസർ 0 ആവും.
ആൻഡ് ലെസ് ദാൻ -1 വരുമ്പോൾ നമ്മുടെ ആൻസർ 0. സോ 1ൽ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. സോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ 1/2 എഫ് ഓഫ് ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് എഫ് ഓഫ് റൈറ്റ് ലിമിറ്റ്. സോ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ഹെൻസ് അറ്റ് മോഡുലസ് x = 1 വരുന്ന കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ ഫ്രം 0 to ∞, ഇവിടെ ലാംഡ ഉണ്ട്, നമ്മൾ ലെഫ്റ്റ് ലിമിറ്റിൻ്റെ റൈറ്റ് ലിമിറ്റിൻ്റെ മീൻ എടുക്കുക. സോ 0 + 1/2. സോ നമുക്ക് 1/2 × π/2 എന്ന് കിട്ടും. സോ π/4 ആണ് മോഡുലസ് x = 1 വരുന്ന കേസിൽ. സോ നമുക്ക് 0 to ∞ വരെയുള്ള ഇൻ്റഗ്രലിൽ 3 കേസസ്, അതായത് ലെസ് ദാൻ 1 വരുന്ന കേസിൽ, ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസ് ആൻഡ് 1 വരുന്ന കേസിൽ. ലെസ് ദാൻ 1 വരുന്ന കേസിൽ 1, സോ π/2 കിട്ടും. ആൻഡ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ 0, സോ 0 കിട്ടും. ആൻഡ് 1 വരുന്ന കേസിൽ നമുക്ക് π/4 കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രലിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. താങ്ക് യു.